ഐഡിയസ്കി പ്ലാറ്റോ, ദിസ് ഇസ് മീ യുവർ ഫ്രണ്ട് സെൽവകുമാർ. അപ്പോൾ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ സംസാരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വയനാട്ടിൽ 49 വയസ്സ് പ്രായം മാത്രമുള്ള മാത്തൻ എന്നറിയപ്പെടുന്ന ഒരു യുവാവിനെ 4 വിനോദസഞ്ചാരികൾ റോഡിലൂടെ 1/2 കിലോമീറ്ററോളം വലിച്ച് കൊണ്ടുപോയ ഒരു കാഴ്ച ചിലപ്പോൾ നിങ്ങളൊക്കെ വാർത്തകളിൽ കണ്ടു കാണും. അപ്പോൾ ആക്ച്വലി എന്താണ് സംഭവിച്ചത്, എന്തുകൊണ്ടാണ് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ നടന്നത് എന്നുള്ള കാര്യത്തെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് വീഡിയോയിൽ സംസാരിക്കുന്നത്. അതിനു മുമ്പ് നമ്മുടെ എസ് കെ പ്ലാറ്റൂണിൽ നിങ്ങൾ അംഗമല്ല എങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്ത് അംഗമാവുക. താഴെ ബെല്ലൈക്കൺ കാണും, അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളിടുന്ന ഓരോ വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് എത്തുന്നതിന് യൂട്യൂബ് സഹായിക്കുന്നതാണ്. സോ ജസ്റ്റ് ഡു ഇറ്റ്. മാത്രമല്ല, ഈ വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഈ വീഡിയോ മാക്സിമം ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. വയനാട്ടിലെ ഒരു സ്ഥലമാണ് കൂടൽകടവ് എന്ന് പറയുന്ന സ്ഥലം. അപ്പോൾ ഈ സ്ഥലത്ത് ഒരു ചെക്ക് ഡാം ഉണ്ട്. പോലും ചെക്ക് ഡാമിൽ എന്തായാലും വെള്ളം കാണും. അപ്പൊ വെള്ളം ഉള്ളത് കൊണ്ട് തന്നെ അവിടെ നിരവധിയായിട്ടുള്ള ടൂറിസ്റ്റുകളായിട്ടുള്ള ആൾക്കാർ വയനാട്ടിൽ നിന്നും വയനാടിന്റെ പുറത്തു നിന്നൊക്കെ അവിടെ പലപ്പോഴും എത്താറുണ്ട്. അത്തരത്തിൽ വന്ന ഒരു ടീമാണ് ഈ 4 പേര്. ഈ 4 പേരെന്ന് വെച്ച് കഴിഞ്ഞാല് വയനാട്ടിൽ തന്നെ കനിയാമ്പറ്റ എന്നൊരു സ്ഥലമുണ്ട്. അവിടെ നിന്നുള്ള മുഹമ്മദ് അർഷീദും ആളുടെ സുഹൃത്തുക്കളായിട്ടുള്ള അഭിരാം, വിഷ്ണു, നവീൻ കുമാരി തുടങ്ങിയ ആൾക്കാരാണ് 4 പേര്. അപ്പൊ ഇവര് അവിടെ ഇപ്പൊ കുളിക്കുകയും മറ്റു ആക്ടിവിറ്റികളൊക്കെ ചെയ്യുന്ന സമയത്ത് എന്തായാലും ഇത്തരത്തിൽ സ്ഥലങ്ങളിൽ വേറെയും ഒരുപാട് ആൾക്കാർ എത്തുമല്ലോ. അതിൽ ചില ആൾക്കാരുമായിട്ട് ഇവർക്ക് പ്രശ്നങ്ങൾ ഉണ്ടായി എന്നാണ് പറയുന്നത്. അതിന്റെ ഭാഗമായിട്ട് തന്നെ അവിടെ പരസ്പരം വാക്കുതർക്കങ്ങളും കയ്യേറ്റങ്ങളും അതുപോലെ തന്നെ ഈ തെറിവിളികളും കാര്യങ്ങളൊക്കെ നടന്നിട്ടുണ്ട്. ഏകദേശം 15-ാം തീയതി രാവിലെ 10:30 മണി ടു 4 മണി വരെയാണ് ഈ ഇത്തരത്തിലുള്ള ആൾക്കാർ അവിടെ ഉണ്ടായിരുന്നത്. ഇപ്പൊ ഏകദേശം ഒരു 4-4:30 സമയത്താണ് ആക്ച്വലി ആ പ്രദേശവാസിയായിട്ടുള്ള മാതൻ എന്നറിയപ്പെടുന്ന ഇപ്പോൾ 49 വയസ്സ് പ്രായമുള്ള പട്ടികവർഗ വിഭാഗത്തിൽപ്പെട്ട കൂലിപ്പണിക്കാരനായ മാതൻ എത്തുന്നത്. അപ്പൊ എത്തിയിട്ട് നോക്കുമ്പോഴാണ് ആക്ച്വലി ഇവരുടെ പ്രശ്നങ്ങൾ അവിടെ നടക്കുന്നുണ്ട്. അപ്പോൾ ഇവരുടെ പ്രശ്നങ്ങൾ എന്താണ് എന്ന് അന്വേഷിക്കാനായിട്ട് പോവുകയാണ്. മാത്രമല്ല, ഒരു ഏരിയയിൽ എന്തായാലും പ്രശ്നങ്ങൾ നടക്കുമ്പോൾ ആ ഏരിയയിലുള്ള ആൾക്കാർ പൊതുവെ പോയിട്ട് ചോദിക്കും എന്താണ് പ്രശ്നം, ഇത് ഇവിടേക്ക് പ്രശ്നം ഉണ്ടാക്കാൻ പാടില്ല എന്നൊക്കെ പറയുന്നത് ഉണ്ടാവും. അത് സാധാരണമാണ്. അപ്പൊ നമ്മുടെ നാട്ടിൽ പോലും എന്തെങ്കിലും പ്രശ്നം വന്നു കഴിഞ്ഞാൽ നമ്മൾ ഇടപെടില്ലേ. അപ്പൊ അത്തരത്തിൽ മാത്തൻ ഇടപെട്ടു എന്നാണ് ഞാൻ മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. അപ്പൊ അങ്ങനെ ഇടപെട്ട സമയത്താണ് ഇവര് തമ്മിലുള്ള 2 ഗ്രൂപ്പുകൾ തമ്മിലുള്ള പ്രശ്നം കാരണം, അരിശം കാരണം ഇപ്പൊ ഈ അന്വേഷിക്കാൻ വന്ന മാത്തനെ ഇവർ എന്താ പറയാ ദേഷ്യപ്പെടുകയും മാത്തനെ കാറിൽ വെച്ചിട്ട് വലിച്ചഴിച്ച് നടു റോഡിലൂടെ കൊണ്ടുപോവുകയാണ് ചെയ്യുന്നത്. അപ്പൊ ഇവരുടെ കാർ എന്ന് വെച്ച് കഴിഞ്ഞാൽ മാരുതി സെലോറിയാണ്. ഈ കാറിൽ വെച്ച് 1/2 കിലോമീറ്ററോളം ടാർ റോഡിൽ വലിച്ചിഴിച്ച് കൊണ്ടുപോവുകയാണ് ചെയ്യുന്നത്. അതിന്റെ വീഡിയോ ആണ് പലപ്പോഴും നമ്മളെല്ലാം ഈ വാർത്താ ചാനലുകളിലെല്ലാം കണ്ടത്. അപ്പൊ ഇങ്ങനെ വലിച്ചിഴിച്ച് കൊണ്ടുപോകുമ്പോൾ എന്തായാലും ഒരു ബോഡിക്ക് സംഭവിക്കേണ്ട എന്തൊക്കെ പ്രശ്നങ്ങളോ അത് സംഭവിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ചും മാതന്റെ ഈ കാലിന്റെ ഉപ്പൂറ്റി അതെല്ലാം എന്താ പറയാ റോഡിൽ ഉരഞ്ഞു പോയിട്ടുണ്ട്. അപ്പൊ അതിൽ തന്നെ തൊലിയും മറ്റ് മാംസങ്ങളെല്ലാം തന്നെ നഷ്ടപ്പെട്ടിട്ടുണ്ട്. മാത്രമല്ല, ബാക്കിൽ ഇപ്പൊ നടുവിന് പലതരത്തിലുള്ള പ്രശ്നമുണ്ട് എന്നാണ് പല വാർത്തകളും നമുക്ക് അറിയാനായിട്ട് കഴിയുന്നത്. അതുകൊണ്ട് തന്നെ മാത്തന് കടക്കാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അതുപോലെ ഇരിക്കാനും ഭയങ്കര ബുദ്ധിമുട്ടാണ്, നടക്കാനും ബുദ്ധിമുട്ടാണ്. അപ്പൊ അത്തരത്തിലുള്ള ഒരവസ്ഥയിലാണ് ഇപ്പോൾ മാത്തൻ കഴിഞ്ഞു പോകുന്നത്. നിലവിൽ മാതൻ ഹോസ്പിറ്റലിലാണ്, അദ്ദേഹം ചികിത്സ ചെയ്തു വരികയാണ്. ഈ മാതനെ പട്ടികവർഗ വികസന വകുപ്പ് മന്ത്രി OR കേളു അദ്ദേഹം വിസിറ്റ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. മാത്രമല്ല, കൂടുതൽ പിന്തുണ നൽകിയതായിട്ടാണ് നമുക്ക് വാർത്തയിലൂടെയൊക്കെ മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. നിലവിൽ പ്രതികളായിട്ടുള്ള 2 പേരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് പോലീസ്. ബാക്കിയുള്ള 2 പേരെ ഉടൻ തന്നെ പോലീസ് അറസ്റ്റ് ചെയ്യുമെന്നാണ് പറയപ്പെടുന്നത്. എന്തായാലും തീർച്ചയായിട്ടും കുറ്റവാളികളെ ഉടൻ തന്നെ പിടിക്കുകയും അവർക്ക് വേണ്ട ശിക്ഷാ നടപടികൾ നൽകുകയും ചെയ്യണം എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. ആക്ച്വലി നമ്മുടെ ഇന്ത്യയിൽ ഈ SC ST OBC മുസ്ലിം തുടങ്ങിയ മൈനോറിറ്റി വിഭാഗത്തിൽപ്പെട്ട ജനങ്ങൾക്കെതിരെയുള്ള അട്രോസിറ്റീസ് ഓരോ നിമിഷവും വർദ്ധിച്ചു വരുന്നതായിട്ട് നമുക്ക് പല വാർത്താ മീഡിയകളിലൂടെയൊക്കെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയുന്നുണ്ട്. പ്രത്യേകിച്ചും X എന്നൊരു പ്ലാറ്റ്ഫോം നിങ്ങൾ നോക്കുകയാണെങ്കിൽ, അതായത് പഴയ ട്വിറ്റർ, ഇതിലൊക്കെ പോയി കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ള വാർത്തകൾ നമുക്ക് ഒരുപാട് കാണാനായിട്ട് സാധിക്കും.
ഇത്തരത്തിലുള്ള കാര്യങ്ങൾ വർദ്ധിക്കുന്നതിന് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിൽ നിയമങ്ങളുണ്ട്. പക്ഷേ ഈ നിയമങ്ങൾ കൃത്യമായിട്ട് ഫോളോ ചെയ്യപ്പെടുന്നില്ല എന്നുള്ളതാണ്. അതായത് എക്സിക്യൂട്ട് ചെയ്യപ്പെടുന്നില്ല എന്നുള്ളതാണ്. ഇത് കൃത്യമായിട്ട് എക്സിക്യൂട്ട് ചെയ്യണമെങ്കിൽ ആദ്യം നമ്മളുടെ ജനങ്ങൾ, പൗരൻ എന്ന നിലയ്ക്ക് ഓരോരുത്തരും നിയമങ്ങൾ കൃത്യമായിട്ട് അറിയണം, പഠിക്കണം. എന്നിട്ട് ഓരോ വ്യക്തിയും കൃത്യമായിട്ട് അത് പ്രാവർത്തികമാക്കണം. എന്നാലേ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ നമുക്ക് അവോയ്ഡ് ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. മാത്രമല്ല, ഈ മൈനോറിറ്റി വിഭാഗങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നം സംഭവിക്കുമ്പോൾ അവർക്കെതിരെ നടക്കുന്ന അട്രോസിറ്റിനെ തടയാൻ വേണ്ടിയിട്ട് പലതരത്തിലുള്ള സർക്കാർ സംവിധാനങ്ങളുണ്ട്. ബട്ട് ഈ സംവിധാനങ്ങൾ കൃത്യമായിട്ട് പ്രവർത്തിക്കുന്നില്ല എന്നുള്ളതാണ്. അതായത് ഇത്തരം ഗവൺമെന്റ് സംവിധാനങ്ങൾ അട്ടർ ഫെയിലിയർ ആണ് കാര്യങ്ങൾ നിർവഹിക്കുന്നതിൽ. അതുകൊണ്ടാണ് പലപ്പോഴും മൈനോറിറ്റി വിഭാഗങ്ങൾക്കെതിരെയുള്ള പ്രശ്നങ്ങൾ നമ്മുടെ നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ നിയമങ്ങൾ, അതായത് ഈ സംവിധാനങ്ങൾ കൃത്യമായിട്ട് നിയമങ്ങൾ എക്സിക്യൂട്ട് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും മൈനോറിറ്റി വിഭാഗങ്ങൾക്കെതിരെയുള്ള അട്രോസിറ്റീസ് പൊതുവെ കുറയും. സോ നമ്മുടെ ജനങ്ങളും അതുപോലെ തന്നെ നമ്മുടെ ഭരണ സംവിധാനങ്ങളും കൃത്യമായിട്ട് പ്രവർത്തിക്കണം. അതായത് ജനങ്ങൾ നിയമങ്ങൾ അറിയണം, അത് കൃത്യമായിട്ട് ഉപയോഗിക്കാൻ പഠിക്കണം. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ഗവൺമെന്റ് സംവിധാനങ്ങൾ കൃത്യമായിട്ട് നിയമങ്ങൾ എക്സിക്യൂട്ട് ചെയ്യണം എന്നുള്ളതാണ്. നമ്മുടെ ഗവൺമെന്റ് സംവിധാനങ്ങൾ കൃത്യമായിട്ട് എക്സിക്യൂട്ട് ചെയ്തില്ല എങ്കിൽ ജനങ്ങൾ കൃത്യമായിട്ട് നിയമപരമായിട്ട് അതിനെ എതിർക്കുക തന്നെ വേണം. എന്നാലേ അത് കൃത്യമായിട്ട് വർക്ക് ചെയ്യുള്ളൂ. പിന്നെ അതുപോലെ തന്നെ എനിക്കൊരു സജഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഇല്ലാതിരിക്കുന്നതിന് വേണ്ടിയിട്ട് തീർച്ചയായിട്ടും പൗരബോധമുള്ള ആൾക്കാരെ നമുക്ക് സൃഷ്ടിക്കേണ്ടതുണ്ട്. അതിനായിട്ട് പ്രത്യേകിച്ചും എഡ്യൂക്കേഷനാണ് മെയിൻ തിങ്. സോ നമ്മുടെ ഏർലി സ്റ്റേജ് ഓഫ് എഡ്യൂക്കേഷൻ തന്നെ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നടപ്പിലാക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും പൗരബോധമുള്ള ആൾക്കാരായിട്ട് നമ്മുടെ ജനങ്ങൾ മാറും എന്നുള്ളതാണ്. സോ അതിനുള്ള നടപടികൾ എടുക്കണമെന്ന് തന്നെയാണ് എനിക്ക് പ്രത്യേകമായിട്ട് ഈ ഒരു നിമിഷത്തിൽ ഗവൺമെന്റിനോട് പറയാനുള്ളത്. പിന്നെ അതുപോലെ തന്നെ ഇപ്പൊ മാതൻ എന്ന് പറയുന്ന ആൾക്കെതിരെ നടന്ന അട്രോസിറ്റി നടത്തിയവർക്കെതിരെ തീർച്ചയായിട്ടും SC/ST അട്രോസിറ്റി ആക്ട് പ്രകാരം ശിക്ഷാ നടപടികൾ ഉണ്ടാവണം. എന്നാൽ മാത്രമാണ് ആക്ച്വലി ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നവർക്ക് ഒരു തോന്നൽ വരും, ഇത്തരത്തിലുള്ള പ്രശ്നം ഉണ്ടാക്കരുത് എന്നുകൊണ്ട്. സോ അതുകൊണ്ടാണ്. പിന്നെ SC/ST ആയിട്ടുള്ള ആൾക്കാർ പ്രത്യേകം ശ്രദ്ധിക്കണം. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ SC/ST അല്ലാത്ത വേറെ ആരെങ്കിലും എന്തെങ്കിലും തരത്തിലുള്ള അട്രോസിറ്റീസ് നിങ്ങൾക്കെതിരെ നടത്തുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് SC/ST അട്രോസിറ്റി ആക്ട് പ്രകാരം നിയമ നടപടികൾക്ക് പോകാവുന്നതാണ് എന്നുള്ള കാര്യം തീർച്ചയായിട്ടും ഇത്തരത്തിലുള്ള മൈനോറിറ്റി ഗ്രൂപ്പ്സ് എല്ലാം തന്നെ അറിഞ്ഞിരിക്കണം എന്നുള്ളതാണ്. അപ്പോൾ ഈ നിയമങ്ങൾ എന്ന് പറയുന്നത് എല്ലാ ജനങ്ങളും അറിയേണ്ടതാണ്. എല്ലാ ജനങ്ങളും അറിഞ്ഞാലാണ് ആക്ച്വലി ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളെല്ലാം തന്നെ ഇല്ലാതെ ഇരിക്കത്തുള്ളൂ. സോ അത് പ്രത്യേകമായിട്ട് അറിയണം, ഉപയോഗിക്കണം എന്നാണ് എനിക്ക് ഒരു നിമിഷം പറയാനുള്ളത്. എന്തായാലും ഈ സംഭവമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും നിങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ മറക്കരുത്. അപ്പോൾ എന്തായാലും പുതിയൊരു വീഡിയോയിൽ പുതിയൊരു വിഷയമായിട്ട് നമുക്ക് വരാം. അതുവരെ എല്ലാവർക്കും നല്ലൊരു ബൈ ആൻഡ് ടേക്ക് കെയർ. ലവ് യു ഓൾ. താങ്ക് യു.